ഇന്ന് നമുക്ക് കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അല്പം ചാറോട് കൂടിയ ഒരു എല്ലുകറി ഉണ്ടാക്കാം. കുക്കറിനകത്താണ് ഞാൻ എല്ല് വേവിച്ചെടുക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായ ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലോണം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 10-20 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും, മീഡിയം സൈസിലെ സവോള കനം കുറച്ച് അരിഞ്ഞതും, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ്, അതും 4 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പുവിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയെല്ലാം പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് മീഡിയം സൈസിലെ 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എല്ല് ചേർത്ത് കൊടുക്കാം. 2 കിലോ എല്ലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഓരോ കഷ്ണങ്ങളായി പെറുക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തവി കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. സവോള വാട്ടിയപ്പം മാത്രമേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലിന് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് അല്പം പോലും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. എല്ല് വെന്ത് കഴിയുമ്പം അതിനകത്തുനിന്ന് നെയ്യും വെള്ളവും ഇറങ്ങി വരും. അതുകൊണ്ട് ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 6 വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. 6 വിസിലടിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. എല്ലിനകത്തുനിന്ന് നന്നായിട്ട് വെള്ളവും നെയ്യ് ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കിതൊരു ഉരുളിക്കകത്തേക്ക് മാറ്റി കൊടുക്കാം. ഉരുളി വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വെന്ത് വെച്ചിരിക്കുന്ന എല്ല് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിൻ്റെ ചാറ് മുഴുവനും വറ്റിച്ച് കളയുന്നില്ല. എനിക്കിത്തിരി ചാറോടുകൂടി വേണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അങ്ങനെ നല്ല രുചിയുള്ള എല്ലുകറി ഇവിടെ തയ്യാറായിരിക്കുന്നു.